ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ നാട്ടിലൊരു ദിവസമാണ് കാണിക്കാൻ പോണത് കേട്ടോ. എൻ്റെ നാടും എൻ്റെ നാട്ടിലെ കുറച്ച് കാര്യങ്ങളും വീടൊക്കെ ആയിട്ടുള്ളതൊക്കെയാണ് കാണിക്കാൻ പോണത്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പരിപാടി. ഇതൊക്കെ എൻ്റെ ഉമ്മയുടെ കൃഷിത്തോട്ടം എന്ന് പറയാം. അതിൽ വെള്ളം നനക്കലാണ് പണി. അത്യാവശ്യം പുതുതായിട്ട് ഇപ്പം ഞങ്ങൾ നട്ടുപിടിപ്പിക്കണതാണ്. ഇതിൻ്റെ ആദ്യം ഇതിൽ വീട് വെക്കണതിൻ്റെ മുന്നേ പഴയ വീടായ സമയത്ത് ഇഷ്ടം പോലെ വലിയ മരങ്ങളായിരുന്നു. ഇപ്പം അതൊക്കെ മുറിച്ചിട്ടാണ് ഈ വീട് വെച്ചത്. അപ്പം അതൊക്കെ പോയി. അതിനുശേഷം ഉമ്മ വീണ്ടും പുതുതായിട്ട് ഇതൊക്കെ നട്ട് പിടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് മരങ്ങളൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഒക്കെ വലുതായി വരുന്നുണ്ട്. ഒപ്പം തന്നെ പച്ചക്കറികളുണ്ട്, ഇതുപോലത്തെ ചെടികളുണ്ട്, എല്ലാം ഉണ്ട്. ഒക്കെ ഉമ്മയാണ് കേട്ടോ ചെയ്യണത്. ഇതിൽ നോക്കുകയാണെങ്കിൽ പ്ലാവുണ്ട്, പിന്നെ മാംഗോ, അത്യാവശ്യം എല്ലാം ഉണ്ട്. മുളകൊക്കെ കൃഷിയിൽ വരും, അതിൽ മരത്തിൽ വരില്ല. ഇതൊക്കെയാണ് എൻ്റെ ഉമ്മാൻ്റെ കൃഷിത്തോട്ടം. അതിന് വേണ്ടി മണ്ണൊക്കെ നിറച്ച് ആശാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ അതിൽ പെടുന്നതാണ്. നല്ല ഭംഗിയിൽ തന്നെയാണ് ഇതൊക്കെ ചെയ്തത്. അധികം പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതായിരുന്നില്ല. ഇപ്പോൾ അധികം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള മരങ്ങളാണ് നട്ടിട്ടുള്ളത്. അതിൽ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ വീട്ടിൽ സാധാരണ നാടനായിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. തൈകൾ വാങ്ങാൻ കിട്ടൂലേ, അങ്ങനത്തെയാണ്. അതുപോലെയൊക്കെ ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ, അത് പറയാൻ മറന്നുപോയി. പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് വേപ്പില, പിന്നെ ഇതൊക്കെ അറിയാമല്ലോ. പിന്നെ പതിവ് പോലെ നമ്മൾ മിറ്റടിക്കൽ ഇവിടെ വലിയൊരു ജോലിയാണ്. അത്യാവശ്യം മിറ്റടിക്കാൻ ഉണ്ടാവും കേട്ടോ. ഞാനാണ് അടിക്കുന്നത്, കണ്ടാലറിഞ്ഞൂടെ. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിയിട്ടിട്ട് അടിച്ച് വാരൽ. ഇവിടെ ഫുള്ള് 4 സൈഡും ഈ പറഞ്ഞ അതിൽ അടിച്ച് വാരനെ, ഒരു സൈഡ് മാത്രം അടിച്ച് വാരിയാൽ മതി. അതുകൊണ്ടാണ് ഉടായ്പൊക്കെ എടുക്കുന്നത് കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ പല കളറുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ രാവിലെ എണീക്കുമ്പോൾ ആശാത്തി നേരെ വരുന്നത് ഇങ്ങോട്ടാണ്. ഇവിടെ ഇരുന്ന് എല്ലാ ചെടികൾക്കും ഇതിനും വെള്ളം നനച്ച് അതിനെ നോക്കിയിട്ടാണ് ചായ കുടിക്കുകയുള്ളൂ. ഞാനൊക്കെ ചായ കുടിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുക. ഇതൊക്കെ അത്യാവശ്യം വലുതായി. ഇപ്പം അടുത്ത് നട്ടിട്ടുള്ളൂ. വെള്ളം ഇങ്ങനെ പകലും രാവിലെയും വൈകുന്നേരം ഇരുന്ന് ഇങ്ങനെ നനച്ച് ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെ കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ചെല്ലുമ്പോഴേക്കും എന്തായാലും ഇതൊക്കെ അത്യാവശ്യം വലുതായിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉമ്മ മൾബറി നട്ടിട്ടുണ്ട്. ഈ തെങ്ങുമെന്ന് ഓരോ തേങ്ങ വീണ് ഞങ്ങളുടെ ഓരോ ഇതും പൊട്ടി നശിഞ്ഞിരിക്കുകയാണ്. അപ്പം അതങ്ങനെ ഉണ്ട്. ഇതാണ് എൻ്റെ വീട്. ഇവിടെയും കുറേ മരങ്ങളുണ്ട്. ഇവിടെ ഒക്കെ നാടനാണ്. പ്ലാവില്ല, മാവ്. പിന്നെ ഇത് ഞങ്ങൾ ആദ്യത്തെ ഷെഡായിരുന്നു കേട്ടോ. ഞങ്ങൾ വീട് വെക്കുന്നതിന് മുന്നേ ഈ ഷെഡിലായിരുന്നേ. പിന്നെ ഇത് മാവാണ്. പിന്നുള്ളതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. എന്താ പറയുക, ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. ഇതുവരെ കിട്ടിയായിരുന്നു. ഇതുണ്ട്, നമുക്ക് കായൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അത്യാവശ്യം പൊക്കത്തിലാണ്. ഇതൊക്കെ ഇപ്പം നട്ടിട്ടുള്ളൂ കേട്ടോ. പൊതുവെ എൻ്റെ നാട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, ഫുൾ മരങ്ങളാൽ ചുറ്റപ്പെട്ടതാണ്. എല്ലാ സൈഡിലും മരങ്ങളാണ്. ഇവിടെ കണ്ട അത്യാവശ്യം എല്ലായിടത്തും മരങ്ങളാണ്. ഇതെൻ്റെ പൊട്ടത്തരത്തിലുണ്ടായ ഒരു അലക്കുകല്ലാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് ഞങ്ങളെ ഷെഡ്. ഇതിപ്പോൾ പ്രാവിൻ്റെയൊക്കെ കൂടാണ് കേട്ടോ. ആദ്യം ഞങ്ങൾ ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത്. ഇപ്പോൾ പ്രാവുകളുടെ വീടാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. പ്രാക്കൾ ഇഷ്ടം പോലെ ഉണ്ടായി. ഒക്കത്തിനും ഓരോ ദിവസം ഓരോ പാമ്പ് വന്ന് കൊത്തിങ്ങനെ കൊന്ന് പാമ്പ് മാത്രമല്ല കേട്ടോ, പൂച്ചകളും വന്ന് കഴിക്കണുണ്ടായി. ഇത്രയും ഇതുണ്ടായിട്ടും ഇതിലൂടെ കയറണമെന്നൊന്നും അറിഞ്ഞൂടാ. ഇതാണത്. പിന്നെ ഇത് ഉമ്മയുടെ കോഴികൾ. ഓക്കെ, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചെടിക്ക് വെള്ളം നനച്ച് കഴിഞ്ഞാൽ പിന്നെ നേരെ വരുന്നത് ഇതാണ്. അവിടെ കാണുന്നത് തൊട്ടടുത്ത് തന്നെ കുളമുണ്ട് കേട്ടോ. ഇപ്പം ആരും കുളിക്കാറൊന്നുമില്ല. പിന്നെ മുളകുകളുണ്ട്, ഇഷ്ടം പോലെ വെറൈറ്റി മുളകുകളുണ്ട്. അതൊക്കെ പന്നികൾ വന്ന് രാത്രി നശിപ്പിച്ചിട്ടിട്ട് പോവും. കാടാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. കാരണം ഭയങ്കര രസമല്ലേ, കാണാൻ തന്നെ നല്ല രസമല്ലേ. അതുപോലെ തന്നെയാണ് കേട്ടോ. ഇവിടെ നിൽക്കാനും നല്ല രസമാണ്. ഫുൾ മരമായത് കാരണം നമുക്ക് എവിടെയെങ്കിലും, ഞാനൊക്കെ വന്നു കഴിഞ്ഞാൽ ആ മരത്തിൻ്റെ എന്തെങ്കിലും ചുവട്ടിലിരുന്ന് കണ്ടായിക്കാർ റീൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കണത്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇതിൽ
നടക്കണമെങ്കിൽ ഒരു വടി വേണം, വേറൊന്നുമല്ല. ഇഷ്ടം പോലെ പട്ടികളുണ്ടേ, ഇഷ്ടം പോലെ പട്ടികളും ഉണ്ട്, അതുപോലെ തന്നെ ഈ പന്നികളും ഉണ്ട്. രാത്രി ആയി കഴിഞ്ഞാൽ തീരെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല, അത്രത്തോളം ഉണ്ട് കേട്ടോ. ഇത് ഞാൻ നോക്കുമ്പോൾ ഇവിടെ എല്ലാവരും ചൂലുണ്ടാക്കുന്നുണ്ട്. ഇത് വെച്ചിട്ട് ചൂലുണ്ടാക്കണം, ഇവിടെ എല്ലാവരും ഇത് വെച്ചിട്ട് ചൂലുണ്ടാക്കും കേട്ടോ. ആദ്യം ഇത് പറിച്ചു കൊടുത്തിട്ട് കെട്ടിയിട്ട് ഇതുപോലെ ഓരോ പീസാക്കി കെട്ടിയതിന് ശേഷം ഇങ്ങനെ വെയിലത്തിട്ട് ഉണക്കിയിട്ടാണ് ഇവിടെ എല്ലാവരും അടിച്ചു വരണം. നല്ലതാണെന്ന് പറയുന്നുണ്ട്, എനിക്കറിഞ്ഞൂടാ കേട്ടോ. കേട്ടാ, രാവിലെ എണീറ്റ് അവിടെ പോയി, അവിടെ നിറച്ച് ഈ പറമ്പിൽ തന്നെ ഇങ്ങനത്തെ സാധനം കിട്ടുന്ന സ്ഥലമുണ്ട്, കുറുന്തോട്ടി ചൂല്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ്. ഏറ്റവും ഭംഗി, വീടിൻ്റെ ഏറ്റവും ഭംഗി പൂവാണ് കേട്ടോ. ഇത് റോഡിൻ്റെ ആ സൈഡിൽ തന്നെ വെച്ചിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ അവിടെ ആ പറമ്പിലൊക്കെ ഈ പറഞ്ഞ അതിരിഞ്ഞ് ഇൻഷാ അള്ളാ അടുത്ത് തന്നെ വീടുകളൊക്കെ വരും. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള കിണർ കുഴിക്കലാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ തൊട്ടടുത്തുള്ള വീടാണത് കാണിക്കണം. എല്ലാവരും വേറെ ചെടികൾ ഇട്ടപ്പോൾ ഇവിടെ നിറയെ തുളസിയാണ് നട്ടിട്ടുള്ളത് കേട്ടോ. കണ്ട, മുളകുകൾ എവിടെ നോക്കിയാലും മുളകായിരിക്കും ഇവിടെ. പല ടൈപ്പ് മുളകുകളുണ്ട്, അതുപോലെ കരിവേപ്പിലയും. ഏത് സൈഡിൽ നോക്കിയാലും ഈ രണ്ട് സാധനം വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. പിന്നെ കാണാൻ പോകണം എൻ്റെ ഉമ്മയുടെ പാത്രങ്ങളുടെ കളക്ഷനാണ്. ഇഷ്ടം പോലെ പാത്രങ്ങളുണ്ട് കേട്ടോ. ഒന്നുമല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് തീർന്നൊന്നുമില്ല. വേറെ കുറച്ച് കെട്ടി അവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ പൊടി പിടിക്കണ കാരണം ഇതൊന്നും ഇപ്പോൾ ഉപയോഗിക്കണില്ലല്ലോ. ഇത് പിന്നെ ഇവിടെ തന്നെ നല്ല ടേസ്റ്റ് കേട്ടോ. ഈ പാവക്കല്ലല്ലോ, പപ്പായ ഒടുക്കത്തെ ടേസ്റ്റാണ് കേട്ടോ. ഇത് പിന്നെ ഇവിടെ തന്നെ ചക്കപ്പഴം പറയും. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പേരൊക്കെ മാറിയിട്ടുണ്ട്. പേരെനിക്ക് ഇവിടെ വേറെ എന്തോ പേരാണ് പറയേ. നേരത്തെ ഞാൻ കാണിച്ചിരുന്നായിരുന്നു മുള്ളൻ ചക്ക. ഓക്കെ, മുള്ളൻ ചക്ക എന്ന് തന്നെയാണ് തോന്നുന്നത് കേട്ടോ. ഇത് പഴുത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് ചെറുതാകുമ്പോൾ തന്നെ എല്ലാവരും കറി വെക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് എല്ലാവരും കറി വെക്കാറുണ്ട്. പിന്നെ ഇത് ഞാൻ നേരത്തെ കാണിച്ചെന്ന മൾബറിയിൽ എൻ്റെ ഭാഗ്യം കൊണ്ട് ഒന്നും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഉള്ളത് പേരക്ക ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇതൊക്കെ വെറൈറ്റി ഉണ്ടായിരുന്നു. വെറൈറ്റി മീൻസ് ഉള്ളിൽ റെഡ് ഉള്ളത്, ചെറുത്, അങ്ങനത്തെ പല ടൈപ്പ് ഉണ്ടല്ലോ. വലുതായിട്ട് കടയിൽ നിന്ന് കിട്ടുന്ന ടൈപ്പൊക്കെ ഉണ്ടായി. അതെല്ലാം മുറിച്ചതാണ് കേട്ടോ. ഒക്കെ മുറിച്ചിട്ട് ഇപ്പോൾ ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ പുതുതായിട്ട് ഉണ്ടാക്കുന്നതാണ്. പഴയതൊക്കെ ഫുള്ള് നിരത്തിയിട്ട് നമ്മൾ വീട് വെച്ചത്. അതിന് ശേഷം ഉള്ളതാണ് ഈ കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഉമ്മയുടെ വലിയൊരു കോഴി രാവിലെ മരിച്ചുപോയി, അല്ല ചത്തുപോയിട്ടോ. ഉണ്ടാ, എൻ്റെ കൺമുന്നിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് മരിക്കണത്. അതും എനിക്ക് ഭയങ്കര ഇതായിരുന്നു. എന്തോ അസുഖം വന്നതായിരുന്നു. പെട്ടെന്ന് അങ്ങോട്ട് മരിച്ചുപോയി. എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ. മരിക്കില്ല, ചത്തുപോയി. ഉമ്മ അതിന് വെള്ളമൊക്കെ കൊടുക്കാൻ ശ്രമിക്കണുണ്ട്. ഉമ്മ വെള്ളമൊക്കെ കൊടുത്തപ്പോഴത്തേനൊക്കെ മരിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് എത്തിയപ്പോഴേക്കും അത് മരിച്ചുപോയി. നല്ല വലിയ കോഴിയായിരുന്നു. അവസാനം ഉമ്മ അതിനെ ഇതാക്കിയേ, ഒരു രക്ഷയില്ല. വല്ലാത്തൊരവസ്ഥയായിരുന്നു. കാരണം ഇത്ര വലുതായിട്ടൊക്കെ മരിച്ചു പോകുക എന്നൊക്കെ പറയുമ്പം അതെങ്ങനെ പറയാ. രാവിലെ എണീറ്റപ്പോൾ പറഞ്ഞ പോലത്തെ കണിയായിരുന്നത്. രാവിലെ ഒരു 10 മണി ആയപ്പോഴായിരുന്നത് ഇതായത്. എത്ര പെട്ടെന്ന് അങ്ങോട്ട് ഇതാവണുണ്ടായി. പിന്നെ ഉമ്മ അതിനെ കുഴിച്ചിടാൻ നോക്കണുണ്ടേ. തെങ്ങിൻ്റെയൊക്കെ വേരിറങ്ങിയിട്ട് നമുക്ക് കുഴിയെടുക്കാനേ പറ്റുന്നുണ്ടായില്ല. അത്രയും വേര്, തെങ്ങിൻ്റെ നല്ല എല്ലാത്തിൻ്റെയും വേര് വന്നിങ്ങനെ അടിഞ്ഞ് കൂടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുഴിയെടുക്കാൻ. പിന്നെ ഉമ്മ അതിനെ ഇതാക്കി കുഴിച്ചിട്ട്, പാവം. ഇതൊക്കെ ഇവരൊക്കെ വളർത്തുമ്പോൾ ഇവർ മരിച്ചു കഴിയുമ്പോൾ ചത്ത് കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ആ ഒരു ദിവസം. അത്രയും കെയർ ചെയ്ത് നോക്കിയിട്ട് പെട്ടെന്നൊരു റീസണും ഇല്ലാതെ ഇങ്ങനെ എല്ലാ ദിവസവും പ്രാവായിരിക്കും ഇതുപോലെ ഉണ്ടാവില്ല. ഇന്നിപ്പോൾ കോഴിയാണ്. അധിക ദിവസം പൂച്ച പിടിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമോ പ്രാവ് ഇതുപോലെ ആയിരിക്കും. അങ്ങനെ ഇന്ന് കോഴിയായിരുന്നു. പിന്നെ എല്ലാത്തിനും ഒരു 2 സൈഡ് ഉണ്ടല്ലോ. അതിന് ശേഷം പിന്നെ നമ്മുടെ മലപ്പുറംകാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള എന്തിനും ഉണ്ടാക്കുന്ന കറിയാണ് താളിപ്പ്. ഇന്ന് ഞങ്ങൾക്ക് താളിപ്പായിരുന്നേ.
അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാനറിയാം. കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ട് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചങ്ങാണ്ട് അത് തിളച്ച് വരുമ്പോൾ എന്താ നമ്മൾ മുരിങ്ങൻ്റെ ഇല ഇടുക. അത്ര ഉള്ള പരിപാടി, സിമ്പിളാണ്. പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇങ്ങനത്തെ കറികളാണ് ഏറ്റവും ഇഷ്ടം. അതിൻ്റെ ഒപ്പം ഒരു മീൻ പൊരിച്ചതോ വല്ല ബീഫോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം കുശാലാണ്. പൊതുവേ മലപ്പുറം ജില്ലയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ കറികളാണ്. ഞാൻ നിൽക്കുന്ന ഏരിയയിൽ കേട്ടോ. അല്ലാത്തടത്തൊക്കെ ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് തേങ്ങ അരച്ച കറികളാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ തിരുത്തിയേക്കണം. പിന്നെ ഇവിടെ തന്നെ ഇഷ്ടം പോലെ ഇങ്ങനത്തെ ഇലക്കറികളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാവാൻ കാരണം എന്താ വെച്ചാൽ ഇവരെന്നെ നട്ടുപിടിപ്പിക്കണതാണ്. ചീര, മുരിങ്ങ, പിന്നെ അതുപോലെ തന്നെ കുമ്പളങ്ങ, മത്തൻ്റെ ഇല, അങ്ങനെ പല ഇലകളും എന്തൊക്കെ ഇലകളുണ്ട് അതൊക്കെ ഉണ്ട്. ഇത് തൊട്ടടുത്ത വീട്ടിലെല്ലാം കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ. അവിടെ തന്നെ നട്ടുണ്ടാക്കിയത്. പിന്നെ വൈകുന്നേരത്തേക്ക് ഉമ്മ ഈ യൂട്യൂബൊക്കെ ഉണ്ടെങ്ങാണ്ട് കലത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായേ. അതിനുള്ള പ്രിപ്പറേഷനായിരുന്നു. ഞാൻ ഷെഡ് കാണിച്ചിരിക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പോയിട്ടുണ്ടായില്ല. അപ്പം നമുക്കതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കട്ടോ. അപ്പം ആദ്യം ഞങ്ങൾ ഈ റൂമിലായിരുന്നു കിടന്നായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ ഈ മരം, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ മരങ്ങളുണ്ടായിരുന്നു, അതൊക്കെ മുറിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ വീട് പണിക്കും മറ്റൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പ്രാവിൻ്റെ കൂട്. നിറച്ച് പ്രാക്കളായിരുന്നു കേട്ടോ. ഇപ്പോൾ അതൊക്കെ പോയി. ഇപ്പോൾ എന്താ ഞങ്ങൾ പഴയ ഫാനും സാധനങ്ങളൊക്കെ കണ്ട ഇതൊക്കെയായിരുന്നു. ഇപ്പം ഇത് ഇവർക്കുള്ള കൂടായി. ഇപ്പം ഇത് ആലോചിക്കുമ്പോൾ ഒരു ഇതായിരുന്നു. കാരണം നമ്മൾ ഇത്രയും എല്ലാവരും ഇവിടെ ആയിരുന്നതിന് ശേഷമാണ് എല്ലാവരും ഇങ്ങനെ അവിടത്തേക്ക് മാറിയത് കേട്ടോ. ഇതുമ്മയുടെ കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. പ്രാവിൻ്റെ ഒപ്പം തന്നെ കോഴികളെയും വളർത്തുന്നുണ്ട് കേട്ടോ ഈ കൂട്ടിൽ. കോഴിക്കുട്ടിക്ക് എന്താ ഇങ്ങനെ വെള്ളം കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കരണ്ടിനുണ്ടായ കൊച്ചാണ്. ഇത് കത്തിച്ചുണ്ടാവില്ലേ കരണ്ടൊക്കെ, അങ്ങനെ അതായതാണ്. അപ്പോൾ അതിന് ഒറ്റയ്ക്ക് വെള്ളം കുടിക്കാനൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ അതിന് നമ്മൾ ഇങ്ങനെ വെള്ളം കൊടുത്താലാണ് അത് കുടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഉമ്മ അത് ചെയ്യാണ്. ഇതിനെന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് അങ്ങനെ ലൈറ്റ് കത്തിച്ചുകൊണ്ട് അങ്ങനെ ഇതായതാണ് ഈ കൊച്ച്. ഇതിനിപ്പോൾ അതുകൊണ്ട് അത്ര വലിയ ആരോഗ്യ സ്ഥിതി ഇല്ല. ആരോഗ്യം വളരെ മോശമാണ് കോഴിക്കുഞ്ഞിൻ്റെത്. അപ്പോൾ ഇതിന് നമ്മൾ കയ്യിലൊക്കെ എടുത്ത് അങ്ങനെ ഫുഡൊക്കെയാണ് കൊടുക്കുന്നത്. അങ്ങനെ കൊത്തി കഴിക്കാനും വെള്ളം കുടിക്കാനൊന്നും അധികം ആയിട്ടില്ല. ഇതിന് നേരത്തിന് നമ്മൾ അങ്ങനെയാണ് ഭക്ഷണം കൊടുക്കുന്നത് കേട്ടോ. ഞാൻ എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കണുണ്ട് കയ്യിൽ. അത് നോക്കണേ ഉണ്ടായില്ല. പിന്നെ ഒപ്പം തന്നെ പ്രാവും എല്ലാം ഒരുമിച്ചാണ്. കുറച്ച് കോഴിയും ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ബാക്കി നമ്മൾ പുറത്താണ് വെച്ചിട്ടുള്ളത്. ഞാൻ കയ്യിൽ അങ്ങനെ വെച്ച് നോക്കിയിട്ട് അങ്ങനെയൊന്നും കഴിക്കാനൊന്നും അറിയണുണ്ടായില്ല. പിന്നെ ഇതാണ് നമ്മളുടെ പഴയ ഷെഡും ഈ പറഞ്ഞാതിരി കോഴിയും പ്രാവും വേറെ 2-3 കിളികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പോയിട്ടോ. ഇപ്പം ഇത്രേ ഉള്ളൂ. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ആദ്യം കൊറോണ സമയത്ത് നമ്മൾ മീനൊക്കെ ആയിരുന്നു വളർത്തിയത്. ഈ വേസിൽ പുറത്ത് ഞാൻ കാണിച്ചായിരുന്നു തോന്നുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല. ഇഷ്ടം പോലെ നിറയെ വേസുകൾ നിരത്തിയിട്ട് അത് നിറച്ച് മീനുകളായിരുന്നു. പിന്നെ ഇതാണ് പുറത്തുള്ളത്. പുറത്തുള്ള കോഴി ഇതാണ് കേട്ടോ. സത്യത്തിൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. നമ്മളിപ്പോൾ ഒന്നും ഇങ്ങനെയൊന്നും ഇവിടെ ഒന്നുമില്ല. നമ്മൾ നാട്ടിൽ വരുമ്പോഴാണ് കോഴിയും പ്രാവും അങ്ങനൊരു ഇതിലേക്ക് പോണത് കേട്ടോ. ഇവിടെ എത്തുമ്പോൾ വേറൊരു ലോകം, നമ്മൾ നിൽക്കണോടത്ത് വേറൊരു ലോകം. രാവിലെ എണീക്കുമ്പോൾ തന്നെ കോഴിക്ക് ഫുഡ് കൊടുക്കുക, ഇങ്ങനെയൊക്കെ ഇവിടെ വരുമ്പോഴാണ് നടക്കണുള്ളൂ. ഇനി ഞാൻ വീടിൻ്റെ ബാക്ക് സൈഡ് കാണിച്ചു തരട്ടെ. ബാക്ക് സൈഡ് ആദ്യം മൊത്തം ഈ പറങ്കിമാവായിരുന്നു കേട്ടോ. പറങ്കിമാവും തെങ്ങും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു ഡബ്ബറും ഒക്കെ വെച്ച് കുറേയൊക്കെ വന്ന് കുറേ മരങ്ങൾ മുറിച്ച് കാണുമ്പോൾ ആ പറമ്പ് മൊത്തം മരങ്ങളായിരുന്നു. ഇവിടെ മൊത്തം നമുക്കിങ്ങനെ കണ്ണ് കാണാൻ പറ്റാത്ത അത്രയും മരങ്ങളായിരുന്നു. ഇവിടെയൊക്കെ മുറിച്ചതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു കിണറുണ്ട് കേട്ടോ. കാണാതെ ആരെങ്കിലും നടന്നു കഴിഞ്ഞാൽ നേരെ രാത്രിയൊക്കെ ആരെങ്കിലും ഓടിക്കഴിഞ്ഞാൽ നേരെ ഇതിലേക്കായിരിക്കും ചാടുക. ഒക്കെ പൊട്ടി പൊളിഞ്ഞ് ഒക്കെ നടക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഇത് നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൻ്റെ അവസ്ഥ അതാ ഇങ്ങനെയാണ്, കാണുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ. എനിക്കതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പേടി, പെട്ടെന്നിട്ട് ഇടിഞ്ഞ് താഴത്തേക്ക് വീണാലോ എന്ന് പേടിച്ചിട്ടാണ്. കാരണം ഒക്കെ അങ്ങനെയാണ് നിൽക്കണത്. ഈ ഒരു ചെടി പണ്ടൊക്കെ എന്തോ ഈ മേലൊക്കെ മുറി ഉണ്ടാവില്ലേ, ആ സമയത്തൊക്കെ അതിന് വേണ്ടി ഉപയോഗിച്ചായിരുന്നു. ഇത് അവിടുത്തെ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന പറഞ്ഞ കുളമായിരുന്നു.
ഇവിടെ എപ്പോഴും കുളിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ പറഞ്ഞ അതിൽ ഈ 2 പറമ്പ് കൂടിയും സെൻറ്ററിലാണ് ഇത് വരുന്നത്. കാണുമ്പോൾ അറിയാലോ എത്രത്തോളം ഭംഗിയുണ്ടെന്ന്. ഈ കാണുന്നതിനാണ് ഭംഗി അവിടെ ചെന്ന് നോക്കുമ്പോഴാണ്. പക്ഷേ ഇപ്പോൾ പഴയ ഭംഗിയൊന്നുമില്ല, ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കുറേ മരങ്ങളൊക്കെ മുറിച്ച് കുറേ ആകെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. എന്നാലും വലിയ മാറ്റം എന്ന് പറയാൻ ഇപ്പോഴും മരങ്ങൾ പഴയ മരങ്ങളല്ലെങ്കിലും പുതിയ ടൈപ്പൊക്കെ ആയിട്ട് ഉണ്ട്. പിന്നെ എല്ലാം വികസനമായത് കാരണം നാടും കുറേയൊക്കെ വികസിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ ഒരു കുളമുണ്ട് കേട്ടോ. കുളമല്ല, ഒരു വലിയൊരു കുഴിയുണ്ട്. ഈ പറഞ്ഞ മാതിരി ഒരു വലിയൊരു പണ്ട് ഇതായിരുന്നു കുളം തോന്നുന്നുണ്ട്. പിന്നെയാണ് പുതുതായിട്ടല്ല, ഇപ്പോൾ കുറേ കാലമായി. അതിൻ്റെ മുന്നേ ഇവിടെ ഒരു വലിയൊരു കുളം ഉണ്ടായിരുന്നു. അത് മാറ്റിയിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് മാറ്റിയത് കേട്ടോ. ഞാൻ അതുകൂടി കാണിച്ചു തരാം. അതോടുകൂടി പരിപാടി നിർത്തണം. ഇതിൻ്റെ അപ്പുറത്ത് പിന്നെ മൊത്തം പാടങ്ങളാണ്. ഇപ്പുറത്ത് മരമാണെങ്കിൽ അപ്പുറത്ത് പാടങ്ങളായിരുന്നു. ഇതൊക്കെ ആകെ ഇപ്പം നശിഞ്ഞ് ഒക്കെ ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പം ബൈ. ഓക്കെ, ബൈ.